സുഹൃത്തുക്കളെ, ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 അവസാനത്തോടെയും 2025 വരുന്ന ഫോഴ്സ് നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഒന്നാമത്തത് ഫയർമാനാണ്, അത് കഴിഞ്ഞ് എക്സൈസ്, അത് കഴിഞ്ഞ് CPO, അത് കഴിഞ്ഞ് പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും പിന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫയർമാൻ്റെ കാര്യമെടുക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഫയർമാന് കട്ട് ഓഫ് ആയിട്ട് വന്നത് 57 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഇതിന് മുന്നേ ഉള്ള ലിസ്റ്റ് അത്യാവശ്യം നല്ല നിയമനം ഫയർമാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഫയർമാൻ പഠിക്കുന്ന ആളുകൾ ഫയർമാന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ച് നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് സിവിൽ പോലീസ് ഓഫീസറാണ്. സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാര്യം നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കട്ട് ഓഫ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള SIPയിൽ 45 മാർക്കും മലപ്പുറം ആസ്ഥാനമാക്കിയുള്ള MSPയിൽ 50 മാർക്കും അതുപോലെ തന്നെ എറണാകുളം KAP1 44 മാർക്കും KAP2 തൃശ്ശൂരിൽ 45 മാർക്കും KAP3 പത്തനംതിട്ടയിൽ 46 മാർക്കും അതുപോലെ തന്നെ KAP4 കാസർഗോഡ് 45 മാർക്കും KAP5 ഇടുക്കിയിൽ 39 മാർക്കുമാണ് കട്ട് ഓഫ് വന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ആ സമയത്തുള്ള IPC അതുപോലെ തന്നെ സെക്ഷനുകളൊക്കെ പഠിക്കാൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇനി വരുന്ന എക്സാം മുതൽ ഭാരതീയ ന്യായ സംഹിതയാണ് വരാൻ പോകുന്നതെന്നാണ് പറയാൻ. പുതിയ ശിക്ഷാ നിയമങ്ങൾ ആണ് ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് എക്സാമുകൾക്ക് ഉണ്ടാവുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് അതിന് തയ്യാറെടുക്കുക. അപ്പോൾ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയായിരിക്കും വരിക. പിന്നെ ആദ്യത്തെ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം വരാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ലിസ്റ്റ് മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ വന്നത് എടുത്ത ലിസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. അത് തീരുന്നതിന് മുന്നേ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അതിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. 10ാം ക്ലാസ് പാസ്സാണ് അതിൻ്റെ യോഗ്യത വരുന്നത്. യൂണിഫോം പോസ്റ്റിൽ 10ാം ക്ലാസ് പാസ് യോഗ്യത വരുന്ന 2 പോസ്റ്റുകളാണുള്ളത്. ഒന്ന് IRBയും അതുപോലെ തന്നെ ഒന്ന് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറും. ബാക്കി CPO ആയാലും ഫയർമാൻ ആയാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയാലും ഒക്കെ +2 ലെവലാണ് എക്സാം വരുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഫിസിക്കൽ നടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ലിസ്റ്റിൻ്റെ കാലാവധി പകുതിയാകുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഓരോ ജില്ലയിലും വിവിധ തരം കട്ട് ഓഫാണ് വരിക. ഓരോ ജില്ലയിലും ഏകദേശം ഒരു 200നും 150നും ഇടയ്ക്ക് നിയമനവും നടക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ IRB റെഗുലർ വിങ്ങിൻ്റെയും ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഡിസംബറിൽ. കാരണം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ആ ലിസ്റ്റ് കൂടെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.